പൊന്നു മുത്തപ്പ ശരണം. ഇന്ന് കാണിക്കാൻ പോകുന്നത് പൊന്നു മുത്തപ്പൻ എങ്ങനെയാണ് അണിയറയിൽ അണിഞ്ഞൊരുങ്ങുന്നത്. ആ ഒരു കാഴ്ചയാണ്, ആ ഒരു അപൂർവ കാഴ്ചയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സുരേഷിന്റെ പുതിയ വീടിന്റെ പാലുകാച്ചലിനാണ് ഈ ഒരു മുത്തപ്പനെ ഇങ്ങനെയൊരു കാഴ്ച കാണാനിടയായത്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാൻ പോവുകയാണ്. എന്തായാലും ഈ ഒരു അപൂർവ കാഴ്ച അങ്ങനെ എല്ലാവരും എല്ലാ സമയത്തും കാണാൻ പറ്റുന്നതല്ല. നമ്മൾ സാധാരണ പറശ്ശിനിക്കൊക്കെ പോയിട്ട് മുത്തപ്പനെ തൊഴുന്നത് മുത്തപ്പന്റെ ആ കോലമായി വന്നാലാണ് നമ്മൾ കാണാറ്. അപ്പൊ ഈ അണിയറയിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് ശരിക്കും അറിയില്ല അല്ലെ. അപ്പൊ ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. 2025 ജൂൺ 5-ാം തീയതിയാണ് വളരെ ചെറിയ തോതിലുള്ള ഈ ഒരു ഫംഗ്ഷൻ, ഹൗസ് വാമിങ്. ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം, സ്വപ്നം ഒക്കെയാണ് ഒരു വീട്, സ്വന്തമായൊരു വീട് ഉണ്ടാക്കുക, അതിൽ സമാധാനത്തോടെ കഴിയാനുള്ള അവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമുള്ള കാര്യം തന്നെയാണ്. എല്ലാ മനുഷ്യന്റെയും ഒരു സ്വപ്നവും ആഗ്രഹവും ഒക്കെ കൂടിയാണ്. അങ്ങനെയാണ് സുരേഷിന്റെ വീട് ഹൗസ് വാമിങ് നടന്ന ദിവസമാണിത്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ചെറിയ തോതിൽ, വളരെ ചെറിയെന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കളും അതുപോലെ അടുത്ത ഫ്രണ്ട്സ്, വളരെ അടുത്ത ഫ്രണ്ട്സിനെയും മാത്രം ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഹൗസ് വാമിങ് നടന്നത്. അപ്പോൾ ഇന്ന് മുത്തപ്പനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഹൗസ് വാമിങ് നടന്നിടത്ത് മുത്തപ്പൻ നേർച്ച വെള്ളാട്ടം ഉണ്ടെങ്കിൽ, നേർച്ച മുത്തപ്പൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ റെഡിമെയ്ഡായിട്ട് ഒരു മടപ്പുര, ഒരു കോവിൽ മടപ്പുര വേണം. ആ മടപ്പുരയാണ് ഈ ഉണ്ടാക്കിയിട്ട് റെഡിയായിരിക്കുന്നത്. ആ ഉണ്ടാക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള ഇതായിരുന്നു ജോലി. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മുത്തപ്പൻ്റെ തിരുമുടി ഉണ്ടല്ലോ, ആ തിരുമുടി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു അപൂർവ കാഴ്ചയാണ്, കാരണം അങ്ങനെ എല്ലാ വീഡിയോസിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പുല്ലുകൊണ്ടാണെന്ന് തോന്നുന്നു മുത്തപ്പൻ്റെ മുടിയുടെ ആ ഒരു ഇത് റൗണ്ടൊക്കെ കാണുന്നത് പുല്ലുകൊണ്ട് നേരത്തെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഒരു സംഭവം ഈ ചെയ്യുന്നതൊക്കെ ഒന്ന് വീഡിയോ ചെയ്തോട്ടെ. അപ്പോൾ അദ്ദേഹം വളരെ മാന്യമായിട്ട് പറഞ്ഞു, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം, കാരണം ഈ പൂ കെട്ടിയിട്ട് ഇത്രയായിട്ടാകുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ് ആദ്യം മൂലം എടുക്കാം, എന്നാലേ അതിനുള്ള ഒരു തുടക്കവും അതിൻ്റെ ഒരു പൂർണ്ണതയും കൂടി കാണണ്ടേ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് മുത്തപ്പൻ്റെ മുടി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുടി അലങ്കരിക്കുന്നതിന് വേണ്ടുന്ന സാധനം എന്തൊക്കെയാന്ന് വെച്ചാൽ, ഈ പച്ച കാണുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തുമ്പപ്പൂവിൻ്റെ തുമ്പ ഇലയാണ്. അതുപോലെ തന്നെ ചെക്കി, ഇത് അലങ്കരിക്കാൻ മറ്റ് വസ്തുക്കൾ ചെക്കി, അതുപോലെ മല്ലിക, പിന്നെ മുല്ലപ്പൂ മാലയൊക്കെ ഇതിൻ്റെ കൂടെ വരും. അപ്പോൾ ആ ഒരു പണിയിലാണ്. മുത്തപ്പൻ്റെ സഹായിയാണ്. അങ്ങനെ ഒരു സഹായി നിർബന്ധമായിട്ടും വേണം. എല്ലാ കാര്യത്തിനും അദ്ദേഹം തന്നെ വേണം ചെയ്തു കൊടുക്കാൻ, മുടികെട്ടലും അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ
കണ്ണൂർക്കാർക്ക് എല്ലാം അറിയുന്നത് കൊണ്ട് കണ്ണൂർക്കാരോട് പറയേണ്ട കാര്യമില്ല, കാര്യങ്ങളെല്ലാം അറിയാം. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടെന്ന് എന്തെന്ന് വെച്ചാല് മുത്തപ്പൻ ഇറങ്ങുന്നതിന് മുന്നേ ഒരു മലയിറക്കം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട്. അതാണ് നമ്മൾ കണ്ടത്. മുത്തപ്പൻ രൂപത്തിൽ വരുന്നതിന് കുറച്ച് ടൈം മുന്നെയാണ് ആ ഒരു ചടങ്ങ് ഉണ്ടാവുക. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മുത്തപ്പന്റെ കോലം കെട്ടുന്ന ആളാണിത്. അപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാല് മഞ്ഞൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം അലങ്കരിക്കുക. ആ ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മഞ്ഞള് ഒറിജിനൽ മഞ്ഞളാണ് എടുക്കുന്നത്. ഇവര് തന്നെ പൊടിച്ചിട്ട് ആ പൊടിയാണ് എടുക്കുന്നത്, അല്ലാതെ കെമിക്കലുള്ള പാക്കറ്റ് മഞ്ഞളല്ല. അപ്പൊ ഇതിന് കുറേ സമയം ഇദ്ദേഹം തന്നെ ചെയ്യും. ഇതിപ്പം മുഖം അലങ്കരിക്കുന്നതാണ്. അതിനുശേഷം കുറെ വരയാനും കുറിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് ഈ കാണുന്നത്. അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് വരക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഒരു സഹായി കൂടെ നിർബന്ധമാണ്. അദ്ദേഹവും കൂടി ഉണ്ട്. ഇപ്പം മുടി കെട്ടിയതും മുടി അലങ്കരിച്ചതും അദ്ദേഹമാണ്. അപ്പോ ഇപ്പം നമ്മൾ നോക്കിയ മുത്തപ്പന്റെ രൂപം ആയിക്കൊണ്ടുവരുന്നു. ശരീരം മുഴുവനും മഞ്ഞൾ കൊണ്ട് അലങ്കരിച്ചിട്ട് മഞ്ഞൾ ഇങ്ങനെ ശരീരത്തിൽ മൊത്തം പുരട്ടി അതിനുശേഷം മഞ്ഞപ്പൊടി കൊണ്ട് മറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഫേസിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെയ്യുന്നതും മഞ്ഞൾ പൊടി. ആദ്യം മഞ്ഞൾ ലൂസാക്കിയിട്ട്, അതായത് ലോഷൻ പരുവത്തിലാക്കിയിട്ട് മഞ്ഞൾ ബോഡിയിൽ പുരട്ടി അതിനുശേഷം മഞ്ഞപ്പൊടി കൊണ്ട് അതിന് ഡിസൈൻ ചെയ്യുന്നതും, പിന്നെ വെള്ള ഒരു എന്താണെന്ന് അറിയില്ല, അരിയാണോ അല്ല എന്താണെന്ന് അറിയില്ല, വെള്ള ഡിസൈൻ ചെയ്യുന്നതും, പിന്നെ വയറിനൊക്കെ ഉള്ള ഡിസൈൻ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ വയറിനും ഒരു റൗണ്ട് കൊടുത്തിട്ട് അതിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു കാഴ്ച കാണുന്നത്. ആദ്യം റൗണ്ട് കൊടുത്ത് അതിനുശേഷം വെള്ള ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ വെള്ള കൊണ്ടും ഡിസൈൻ ചെയ്യുന്നതാണ്. ഈ വെള്ള കൊണ്ട് ഡിസൈൻ ചെയ്തതിന് ശേഷമുള്ള ഒരു കാഴ്ച നമുക്ക് കാണാം. എന്താന്ന് വെച്ചാല് ഇപ്പം വെള്ള കഴിഞ്ഞതിന് ശേഷം മഞ്ഞപ്പൊടിയും നൂറും കൊണ്ട് ഒരു ലോഷൻ പോലെ ലോഷന്റെ രൂപത്തിലാക്കിയിട്ട് അതിനെ കൊണ്ട് ഡിസൈൻ ചെയ്യാൻ. അതൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാം നമുക്ക്. ഇങ്ങനെ ഒരു വീഡിയോ സാധാരണ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലെ. കുറച്ചൊക്കെ കാണും. ഇത് സത്യത്തിൽ ഞാൻ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ എടുത്തപ്പോൾ റീൽസിൽ ഒതുങ്ങൂല, വിശദമായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ലോങ്ങുള്ള വീഡിയോ ആയത്. അപ്പോൾ ഇപ്പം കാണുന്നത് മഞ്ഞളും അതുപോലെ തന്നെ നൂറ് അറിയാലോ, ആ നൂറും കൊണ്ടാണ് ഈ കളറ്, ചുവപ്പ് കളറ്. മഞ്ഞളും നൂറും തൊട്ട പോലെ എന്ന് പറയും. മഞ്ഞളും നൂറും തൊട്ടാൽ വളരെ ചുവപ്പ് കളറായി ഉണ്ടാവുക. അതുപോലെ ആ ചുവപ്പ് കളറ് ആദ്യം ഡിസൈൻ ചെയ്തതിൻ്റെ മുകളിലും അതുപോലെ തന്നെ താഴത്തെ സൈഡും ആണ് വരച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പം മുകൾ ഭാഗം വരച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണിത്. ഈ മുകൾ ഭാഗവും ഇതൊക്കെ റൗണ്ടായിട്ടുള്ളതും വരച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ഡിസൈനും കൊടുക്കാനുണ്ട്. അപ്പോൾ മനോഹരമായിട്ട് ആദ്യം ഞാൻ വീഡിയോ എടുക്കുമ്പം ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചമയങ്ങൾ വരുന്നതിന് മുന്നേ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. ഞാൻ അടുത്ത് പോയിരുന്ന് വീഡിയോ എല്ലാം പകർത്തി പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഈ ഡിസൈനെല്ലാം മാറി മാറി വരുമ്പം എനിക്ക് അങ്ങനെ ഒരു ഫ്രീഡം പോലെ എൻ്റെ മനസ്സ് തോന്നിയിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു രൂപം ആയി വരുന്നത് കൊണ്ടായിരിക്കാം എനിക്കൊരു ഭക്തിയോട് കൂടിയാണ് പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയത്. അപ്പോൾ ഞാൻ കൂടുതൽ അകലാൻ തുടങ്ങി. കുറച്ച് ദൂരം ആയി. ആദ്യം തൊട്ടടുത്തിരുന്നിട്ടൊക്കെ എടുത്തെങ്കിലും പിന്നീട് ഞാൻ ദൂരമായി. ഇത് ബാക്ക് സൈഡ്, നമ്മുടെ ബോഡിയുടെ പുറം സൈഡാണ് ഈ കാണുന്നത് അലങ്കരിക്കുന്നതും. അതുപോലെ ആദ്യം വെള്ള ഡിസൈൻ ചെയ്ത് പിന്നെ അതിന്റെ രണ്ട് സൈഡ് റെഡിനെ കൊണ്ട് ചെയ്ത് പിന്നെ നടുക്ക് ഡോട്ടായിട്ട് ചെയ്ത്. അതുപോലെ ഇപ്പം മുഖം ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. മുഖത്തിന്റെ
ആ എഴുത്ത് ഏകദേശം പൂർണ്ണമായി. ഇനിയിപ്പം കണ്ണാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ണിന്റെ മുകളിൽ ഒക്കെ വരക്കുന്നത്. പിന്നെ ഇപ്പം വയറിന് കാണുന്നില്ലേ, വയറിന് ആ ഡിസൈൻ ചെയ്ത് ആദ്യം വെള്ള റൗണ്ടിൽ ചെയ്ത് പിന്നെ റെഡ് ചെയ്ത് പിന്നെ ഇപ്പം ഡോട്ട് ഡോട്ടായിട്ട് റൗണ്ടിൽ അങ്ങനെയുള്ള അലങ്കാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ മുത്തപ്പന്റെ പൂർണ്ണ രൂപമായി കഴിഞ്ഞ് ഇപ്പൊ ഈ വയറിന്റെ ഒക്കെ ഡിസൈൻ ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്ക് മുത്തപ്പനായി കഴിഞ്ഞു അല്ലെ. അതിനുശേഷം ഈ കാൽത്തള, കാൽ ചിലങ്ക ഇതൊക്കെ അണിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം കാണുന്നത്. സത്യത്തിൽ ഞാൻ കണ്ണൂരുകാരനാണെങ്കിലും നമ്മുടെ നാട്ടിലെ മുത്തപ്പൻ എന്നും കാണാറുണ്ടെങ്കിലും ഞാൻ ഈ കാഴ്ചയൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം പേടിയായിരുന്നു, പണ്ടൊക്കെ പേടിയായിരുന്നു ഈ മുത്തപ്പന്റെ അടുത്ത് പോകാൻ പറ്റുമോ, അല്ലെ ഇങ്ങനെയുള്ള ഈ അലങ്കരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ, പോയി കാണാൻ പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു നമ്മുടെ ചെറുപ്പകാലം മുതൽ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഈ ഒരു കാഴ്ച കാണാനും ഇത് നിങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞതിൽ ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ്, തീർച്ചയായിട്ടും ഒരു ഭാഗ്യം തന്നെയാണ്. ഈ ഒരു കാഴ്ചയൊന്നും നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ്. അപ്പോൾ ഏകദേശം കാലിൻ്റെ ആ ഒരു അലങ്കാരമെല്ലാം കഴിയാറായി. ഇനിയിപ്പം കാൽ ചിലങ്ക, അതിന് സത്യത്തിൽ എന്തോ ഒരു പേരുണ്ട് അതിന്. അപ്പോൾ അതൊക്കെ അണിയാനുള്ള സമയമാണ്. ഇപ്പം കണ്ണിങ്ങനെ വരച്ചുകൊണ്ട്, കണ്ണ് വരക്കുന്നതും ഒരു പൊടി കൊണ്ട് ഇവര് തന്നെ വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് ആണ് കൺമഷി ഉണ്ടാക്കിയത്. അത് വീട്ടിൽ നിന്ന് തന്നെ കൺമഷിയുടെ ആ ഒരു പൊടി ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിലെടുത്തിട്ട് താളിച്ചതിന് ശേഷമാണ് കൺമഷിയായി വരുന്നതും കണ്ണിനെ അലങ്കരിക്കുന്നതും. പിന്നെ ഈ ഒരു കാഴ്ചയെല്ലാം സത്യമായിട്ട് അപൂർവമായൊരു കാഴ്ചയാണ്. ഇങ്ങനെ ഒരു കാഴ്ചയൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, ഇതുവരെയും ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇപ്പം അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി, വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഇതിനൊക്കെയാണ് സഹായി നിർബന്ധമായിട്ടും വേണ്ടത്. പിന്നെ ഇതിനെക്കുറിച്ച് വളരെയധികം അറിവുള്ള ഒരു സഹായി തന്നെയാണ് ഇദ്ദേഹം. കുറെ വർഷമായി ഇദ്ദേഹം ഇങ്ങനെ സഹായിയായിട്ടും ഒക്കെ പോയിട്ട്, അതുപോലെ ഇദ്ദേഹവും തെയ്യം കലാകാരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ആരോഗ്യ പ്രശ്നം കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ മുത്തപ്പന്റെ മുടി അലങ്കരിക്കുന്നതൊക്കെ വളരെ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ബാക്കിയുള്ള അലങ്കാരം, ഈ നെറ്റിപ്പട്ടം ഒക്കെ അലങ്കരിക്കുന്നതൊക്കെ വളരെ എന്താ പറയേണ്ടത്, വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞതും വലിയ ഭാഗ്യം തന്നെയാണ്. ഇപ്പം കണ്ണൂർക്കാരല്ലാത്ത ആൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ അത്ഭുതമായിരിക്കുമല്ലോ. അതുപോലെ നമ്മുടെ കണ്ണൂർ ജില്ല വിട്ട് മറ്റൊരു ജില്ലയിൽ നിന്നൊക്കെ കാണുമ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും അത്ഭുതമാണ്. അതുപോലെ തന്നെ കണ്ണൂർ വന്നിട്ട് മുത്തപ്പനെ കാണാനുള്ള ആഗ്രഹവും കൂടുതലായിരിക്കും. ഇനിയാണ് കാൽ ചിലമ്പ് അണിഞ്ഞ്, ഈ ഒരു കാൽ ചിലമ്പ് രണ്ടും അണിഞ്ഞ് അതിനുശേഷം ഉടയാട ആഭരണങ്ങൾ ധരിക്കാനുള്ള സമയമായി. എന്തായാലും ഈ ഒരു കാഴ്ച ഇവിടം വരെ കാണാം അല്ലേ.
ഒരുപാട് പണിയുണ്ട് അല്ലെ. മുത്തപ്പനായി ആ രൂപം കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് മുടി ഫ്രഷ് ആയിട്ട് തന്നെ അന്നത്തെ ദിവസം തന്നെ വന്നിട്ട് കെട്ടി ആ ഒരു കാഴ്ച കണ്ടു. ശരിക്ക് ഈ മുടിയുടെ ഇതെന്ന് പറഞ്ഞാല് തുമ്പ ഇല, അതുപോലെ തന്നെ മല്ലിക, പിന്നെ മുല്ലപ്പൂ, ഇങ്ങനെയൊക്കെ കൊണ്ടാണ്, പിന്നെ തുളസി, ഇതൊക്കെ കൊണ്ടാണ് മുടി ഉണ്ടാക്കുന്നത്. ആ ഒരു കാഴ്ച എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ ഒരു മുടിയൊക്കെ ഉണ്ടാക്കുന്നതും. അതുപോലെ തന്നെ അണിഞ്ഞൊരുങ്ങാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്നതല്ലേ. എന്തായാലും ആ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.